അക്കൗണ്ടിംഗ് പഠനത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ഇടപാടുകൾ തിരിച്ചറിയുകയും ധനപരമായി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നാം കണ്ടു കഴിഞ്ഞു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം നമുക്ക് നോക്കാം ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ്. ലാഭത്തിന് വേണ്ടിയോ ലാഭേച്ഛയില്ലാതെയോ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി നമുക്ക് ഇടപാടുകൾ രേഖപ്പെടുത്തുവാൻ സാധിക്കും. വലുപ്പത്തിന്റെയും ബിസിനസ് പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത്തരം സ്ഥാപനങ്ങളെ പലതായി തരംതിരിക്കാം. ഏറ്റവും പ്രധാനമായി പറയുന്നത് 3 രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാമെന്നാണ്. ഒന്ന്, നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു ബിസിനസ് ആരംഭിക്കണമെന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട് എന്ന് കരുതുക. ആ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണ്. ഇതിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും, അഥവാ ഏകാംഗ സംരംഭം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങൾ തീരുമാനിക്കുന്നു ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറെയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിസിനസ് ആരംഭിക്കാമെന്ന്. ഇതാണ് പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്ത സ്ഥാപനം. കുറച്ചുകൂടി വിശാലമായി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ബിസിനസ് ചെയ്യുവാൻ സാധിക്കും. ഇതാണ് കോർപ്പറേഷൻ. ഇതിലൊന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഏത് ബിസിനസ് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ ഇവയെ 3ആയി തരംതിരിക്കാം. ഒന്ന്, ട്രേഡിംഗ് ബിസിനസ്. ഇവിടെ നിങ്ങൾ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണ് ലാഭമുണ്ടാകുന്നത്. ഇവിടെ സാധനങ്ങൾ വാങ്ങലും വിൽക്കലുമാണ് ഉള്ളത്. രണ്ടാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ബിസിനസ് ആണ്. ഇവിടെ ചെയ്യുന്നത് എവിടെയെങ്കിലും പോയി റോ മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തമായി പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നു. മൂന്നാമത്തേത് സർവീസ് ഓർഗനൈസേഷൻസ്. ഇവ സേവനം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇവിടെ സാധനങ്ങൾ വാങ്ങലോ വിൽക്കലോ അല്ല, സേവനം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണിവ. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, കോളേജുകൾ ഇവയൊക്കെ സർവീസ് ഓർഗനൈസേഷൻസിന് ഉദാഹരണങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ള തുക ഉപയോഗിച്ച് ഇവയിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. അടുത്തതായി നമുക്ക് നോക്കാം കാറ്റഗറീസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ആദ്യം പഠിക്കുവാൻ പോകുന്നത് 2 കാറ്റഗറീസ് ഓഫ് ഡെബിറ്റ് ആണ്. ഡെബിറ്റിന്റെ 2 കാറ്റഗറീസ്. അവയാണ് അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ്. അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആസ്തികൾ എന്നാണ് അർത്ഥം. പണമൂല്യമുള്ള വസ്തുക്കളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന അസറ്റുകളെ വീണ്ടും 2ആയി തരംതിരിക്കാം: ഫിക്സഡ് അസറ്റുകളും കറന്റ് അസറ്റുകളും. ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുന്നത് സ്ഥിര ആസ്തികളാണ്. ഒരു ബിസിനസിന്റെ ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ആസ്തികളെയാണ് സ്ഥിര ആസ്തികൾ എന്ന് പറയുന്നത്. കറന്റ് അസറ്റുകൾ എന്ന് പറയുമ്പോൾ അവ 1 വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ആസ്തികളാണ്. ഫിക്സഡ് അസറ്റുകളെ നമുക്ക് വീണ്ടും 2ആയി തരംതിരിക്കാം: ടാഞ്ചിബിൾ അസറ്റുകളും ഇൻടാഞ്ചിബിൾ അസറ്റുകളും. ടാഞ്ചിബിൾ അസറ്റുകളുടെ പ്രത്യേകത അവയ്ക്ക് സ്ഥിരമായ ഒരു രൂപവും ആകൃതിയും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനം, അതേപോലെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ, വലിയ വലിയ കമ്പനികളൊക്കെ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ സ്വന്തമായി കെട്ടിടവും സ്ഥലവും വാങ്ങിയതിനു ശേഷമാണ് അവർ ബിസിനസ് ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സ്വന്തമായുള്ള ഭൂമി നമുക്കൊരു ആസ്തിയാണ്. അതേപോലെ ബിസിനസ് ആവശ്യത്തിനായി ഫർണിച്ചർ വാങ്ങുന്നു. ഇവയൊക്കെ ടാഞ്ചിബിൾ അസറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവ സ്ഥാപനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് ഇൻടാഞ്ചിബിൾ അസറ്റുകളായിരുന്നു. അവയുടെ പ്രത്യേകത ഇതിന് സ്ഥായിയായ ഒരു ആകൃതിയോ രൂപമോ ഉണ്ടായിരിക്കില്ല. എന്നാൽ
അവ ചില അവകാശങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കും. അതിനുദാഹരണമാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഗുഡ്വിൽ എന്നാൽ സൽപ്പേര്. ഭാവിയിൽ നമ്മൾ നമ്മുടെ സ്ഥാപനം കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിന് ഒരു സൽപ്പേരുണ്ട് എങ്കിൽ, നമ്മൾ മുതൽ മുടക്കിയതിനേക്കാൾ കൂടുതൽ തുക നമുക്ക് തിരികെ ലഭിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റാണ് എന്ന് പറയുന്നത്. അതേപോലെ ട്രേഡ് മാർക്ക്, പേറ്റന്റ്, കോപ്പിറൈറ്റ് ഇവയെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. കറന്റ് അസറ്റുകൾ ഹ്രസ്വകാല ആസ്തികളാണ് എന്ന് നാം പറഞ്ഞു. അതായത് 1 വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ആസ്തികൾ. നമ്മുടെ വർഷാന്ത്യ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക്, നമ്മുടെ കൈവശമുള്ള പണം, നമുക്ക് കിട്ടാനുള്ള പണം, അതേപോലെ നമ്മുടെ ബാങ്കിലുള്ള പണം, ഇവയൊക്കെ കറന്റ് അസറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. നാം ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം 5 ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഈ 5 ലക്ഷം രൂപ ഒരുമിച്ച് കയ്യിൽ വെച്ചാണോ ചിലവാക്കുന്നത്? അതൊരു ഉചിതമായ തീരുമാനമല്ലാത്തതുകൊണ്ട് 1 ലക്ഷം രൂപ കയ്യിൽ വെക്കുകയും ബാക്കി 4 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുവാനും തീരുമാനിച്ചു. ഈ നമ്മുടെ കയ്യിലുള്ള 1 ലക്ഷം രൂപയാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. ബാങ്കിൽ നിക്ഷേപിച്ച 4 ലക്ഷം രൂപയാണ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവ രണ്ടും കറന്റ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. ഡെബിറ്റിന്റെ മറ്റൊരു കാറ്റഗറിയായി പറഞ്ഞത് എക്സ്പെൻസുകളായിരുന്നു. എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ചിലവുകൾ എന്നാണ് അർത്ഥം. ഒരു ബിസിനസിനെ സംബന്ധിച്ച് സാലറീസ്, വേജസ്, റെന്റ് ഇതൊക്കെ ചിലവുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ സ്വന്തമായി വാങ്ങിയ കെട്ടിടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് വാടക കൊടുക്കേണ്ടതായി വരും. നമ്മെ സംബന്ധിച്ച് ഈ റെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം 3 കാറ്റഗറീസ് ഓഫ് ക്രെഡിറ്റ്. ലയബിലിറ്റീസ്, റവന്യൂ, ഇക്വിറ്റി ഇവയാണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാധ്യത എന്നാണ് അർത്ഥം. ഒരു ബിസിനസിനെ സംബന്ധിച്ച് എന്താണ് ബാധ്യതയായിട്ടുള്ളത്? ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള കടങ്ങളാണ് ബാധ്യതകൾ എന്നറിയപ്പെടുന്നത്. ബാങ്കിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിനായി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബാധ്യതയാണ്. കടത്തിന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ബാധ്യതയാണ്. ഈ പറയുന്ന ബാധ്യതകളെ നമുക്ക് 2ആയി തരംതിരിക്കുവാൻ സാധിക്കും. ലോങ് ടേം ലയബിലിറ്റീസ്, ദീർഘകാല ബാധ്യതകൾ. അടുത്തത് ഷോർട്ട് ടേം ലയബിലിറ്റീസ്, ഹ്രസ്വകാല ബാധ്യതകൾ. ദീർഘകാല ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി 1 വർഷത്തിന് ശേഷം കൊടുക്കേണ്ടി വരുന്ന ബാധ്യതകളാണ് ദീർഘകാല ബാധ്യതകൾ എന്ന് അറിയപ്പെടുന്നത്. ഹ്രസ്വകാല ബാധ്യതകൾ 1 വർഷത്തിനകം കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ്. നമ്മൾ പണം കൊടുക്കുവാനുള്ളവർ, പണം കൊടുക്കാനുള്ള ബില്ലുകൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഇതൊക്കെ ഹ്രസ്വകാല ബാധ്യതകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. ഒരു ബിസിനസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിസിനസിന്റെ പ്രധാന വരുമാന മാർഗം സെയിൽസ് തന്നെയാണ്. സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയും അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നതിലൂടെയും ബിസിനസ് നേടുന്ന തുകയാണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ലാഭവിഹിതം, റോയൽറ്റി, വാടക എന്നിവ മറ്റു വരുമാനങ്ങളാണ്. നമുക്കെന്തെങ്കിലും കെട്ടിടങ്ങളുണ്ടെങ്കിൽ നമുക്കത് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന വാടക നമുക്കൊരു വരുമാന മാർഗമാണ്. അവസാനത്തേതാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നിക്ഷേപം എന്നാണ് അർത്ഥം. ബിസിനസ്സിലെ ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റിയുടെ അണ്ടറിലാണ് നാം കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയുമായിട്ടുള്ള 5 കാറ്റഗറീസ് ആണ്. അസറ്റ്, എക്സ്പെൻസസ്, ലയബിലിറ്റീസ്, റവന്യൂ, ഇക്വിറ്റി. സ്വാഭാവികമായും ഇപ്പോൾ ചിന്തിക്കാവുന്ന 2 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അസറ്റിനെയും എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ലയബിലിറ്റി, റവന്യൂ, ഇക്വിറ്റി എന്നിവയെ ക്രെഡിറ്റ് ചെയ്യുന്നത്? അതിനു മുമ്പ് നമുക്ക് നോക്കാം എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്
ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും മാനേജ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ശ്രദ്ധിച്ചാൽ ഡെബിറ്റ് എപ്പോഴും ക്രെഡിറ്റിന് തുല്യമായിരിക്കുമെന്നും പറയുവാൻ സാധിക്കും. ഏതൊരു ബിസിനസ് ഇടപാടിലും ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനിലും രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ബിസിനസ്സിന് ലഭ്യമാകുന്ന ഘടകവും മറ്റേത് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഘടകവുമാണ്. ബിസിനസ്സിന് ലഭ്യമാകുന്ന ഘടകത്തെ ഡെബിറ്റ് എന്നും ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഘടകത്തെ ക്രെഡിറ്റ് എന്നും നമുക്ക് പറയാം. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷന്റെ തന്നെ ഡെബിറ്റ് എന്ന ഘടകവും ക്രെഡിറ്റ് എന്ന ഘടകവും കണ്ടെത്തി അതിനെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് 10,000 രൂപ കൊടുത്ത് ഒരു ഫർണിച്ചർ വാങ്ങി എന്ന് വിചാരിക്കുക. നമ്മൾ 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങുമ്പോൾ 10,000 രൂപ കച്ചവടക്കാരന് കൊടുക്കുന്നു. അവിടെ നിന്നും അത്രയും രൂപ മൂല്യമുള്ള ഒരു ഫർണിച്ചർ നാം വാങ്ങുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. കടക്കാരനെ സംബന്ധിച്ചാണെങ്കിലോ അദ്ദേഹത്തിന് 10,000 രൂപ കിട്ടി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഫർണിച്ചർ പോയി. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ പേര് പോലെ തന്നെ ഡബിൾ എൻട്രി ഉണ്ടാകും. അതിലൊന്ന് ഡെബിറ്റ് ആയിരിക്കും, ഒന്ന് ക്രെഡിറ്റ് ആയിരിക്കും. ഡെബിറ്റ് എപ്പോഴും ക്രെഡിറ്റിന് തുല്യമായിരിക്കുകയും ചെയ്യും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഓൺലൈൻ പഠനത്തിന്റെ ആവശ്യകതയിലേക്കായി ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഇത് വാങ്ങുന്നതിനായി അച്ഛനോടൊപ്പം കടയിലെത്തി ഇഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോൺ തിരഞ്ഞെടുത്തു. അതിന്റെ വിലയായ 15,000 രൂപ അച്ഛൻ നൽകിയപ്പോൾ നമുക്കൊരു ക്യാഷ് റെസിപ്റ്റ് കടക്കാരൻ നൽകി. ഇവിടെ നമ്മൾ 15,000 രൂപ നൽകി മൊബൈൽ ഫോൺ വാങ്ങിയത് ഒരു ഇടപാടാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ആണ്. ഈ ഇടപാടിൽ പണം നൽകിയതും നമുക്ക് മൊബൈൽ ഫോൺ ലഭിച്ചതും വിപരീത ദിശയിലുള്ള രണ്ട് കൈമാറ്റങ്ങളാണല്ലോ. അതായത് നമുക്ക് ഇങ്ങോട്ട് മൊബൈൽ ഫോൺ ലഭിച്ചു, അതിന്റെ എതിർദിശയിൽ നമുക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുത്തു. പണം കടക്കാരന് നൽകുകയും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ലഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനിലും നൽകുന്നതും സ്വീകരിക്കുന്നതുമായ രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതിനാൽ എല്ലാ ഇടപാടുകളും 2 അക്കൗണ്ടുകളിലെങ്കിലും രേഖപ്പെടുത്തണം എന്ന് പറയാം. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇതുപോലെ ബിസിനസ്സിൽ നടക്കുന്ന വിവിധ ഇടപാടുകൾക്കും അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ബിസിനസ് ഇടപാട് നടന്നതിന് തെളിവായുള്ള രേഖയാണ് സോഴ്സ് ഡോക്യുമെന്റ് അഥവാ വൗച്ചർ എന്നറിയപ്പെടുന്നത്. എന്നാൽ ചെറിയ ചെലവുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ പണം നൽകിയതിന് ഇത്തരം രേഖകൾ ലഭിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ സ്വയം തയ്യാറാക്കിയ വൗച്ചറുകളിൽ നമ്മുടെ മേലധികാരിയുടെ ഒപ്പ് വാങ്ങി നമുക്കത് സോഴ്സ് ഡോക്യുമെന്റായി ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന വൗച്ചറുകളെല്ലാം പ്രത്യേക ഫയലുകളിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് അടുക്കി ദിവസക്രമത്തിൽ അടുക്കി ക്രമനമ്പർ നൽകി പ്രത്യേക ഫയലുകളിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുവാൻ പാടുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അക്കൗണ്ടിംഗ് ഇക്വേഷനും അതേപോലെ കാറ്റഗറീസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അവയുടെ വിശദ വിവരങ്ങളും. അവയെക്കുറിച്ച് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം.